ഇന്ന് അധികം ആരും ചെയ്ത് കാണാത്ത നല്ലൊരു വെറൈറ്റി പനീർ കറിയുടെ റെസിപ്പിയാണ് ചെയ്യുന്നത്. ചപ്പാത്തി റോട്ടിയുടെ കൂടെ സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ് ഈ പനീർ കറി. ഉണ്ടാക്കാനും വളരെ ഈസി ആയിട്ടുള്ള കറിയാണ്. വെൽക്കം ബാക്ക് ടു ഷീജാസ് ക്യൂബ് ബൈറ്റ്സ്. ഈ കറി ഉണ്ടാക്കാനായിട്ട് 2 ടൊമാറ്റോ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പകുതി വീതം ക്യാപ്സിക്കും പകുതി സവാളയും ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. ഇത് മൂന്നും കൂടെ റിഫൈൻഡ് ഓയിലിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് ഒന്ന് വഴറ്റിയെടുത്തിട്ട് അരച്ചെടുക്കണം. അതാണ് കറിയുടെ ബേസ്. പിന്നെ വേണ്ട പ്രധാന ഇൻഗ്രീഡിയൻറ്റ് 1 കപ്പ് പനീറാണ്. ഹോം മെയ്ഡ് പനീറാണ്. റെസിപ്പി ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. പിന്നെ പകുതി വീതം സവാള, തക്കാളി, ക്യാപ്സിക്കം ക്യൂബ്സായിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഇത് എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കണം. പിന്നെ വേണ്ടത് ഫ്രോസൺ ഗ്രീൻ പീസ്, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ വോൾ സ്പൈസായിട്ട് പട്ട, ഗ്രാമ്പൂ, ഏലക്കായ, വലിയ ജീരകം, ചെറിയ ജീരകം, പിന്നെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, 1 ടീസ്പൂൺ വീതം സോയാ സോസും ടൊമാറ്റോ കച്ചപ്പും രണ്ടും കൂടെ ഒന്നിച്ച് ഒഴിച്ച് വെച്ചിരിക്കുന്നത്. ഇതൊക്കെയാണ് പ്രധാന ഇൻഗ്രീഡിയൻസ്. ഇനി പാൻ ചൂടാവാൻ വയ്ക്കാം. 1 ടീസ്പൂൺ റിഫൈൻഡ് ഓയിൽ ഒഴിച്ച് അരയ്ക്കാനുള്ള വെജിറ്റബിൾസും കൂടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വഴറ്റിയെടുക്കുക. ഏകദേശം ഒരു 5 മിനിറ്റ് വഴറ്റിയാൽ മതിയാവും. അത് കഴിയുമ്പോൾ നമുക്ക് ഇത് ചൂടാറാനായിട്ട് വയ്ക്കാം. ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ട് അരച്ചെടുക്കാം. ഇവിടെ വെള്ളം ഒഴിക്കാതെ തന്നെ ഇത് അരഞ്ഞു കിട്ടി. ഇനി നമുക്ക് ആ സെയിം പാൻ ചൂടാവാൻ വയ്ക്കാം. അതിൽ ഒരു 1.5 ടീസ്പൂൺ റിഫൈൻഡ് ഓയിൽ ഒഴിച്ച് നമുക്ക് വഴറ്റാനുള്ള വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒന്ന് വഴറ്റിയെടുക്കാം. 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. ഒരു 3 മിനിറ്റൊക്കെ മീഡിയം ഫ്ലെയിമിൽ വഴറ്റിയാൽ മതിയാവും. ഇപ്പോൾ പാകത്തിന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്യാം. സെയിം പാൻ തന്നെ ചൂടാക്കിയിട്ട് ഒരു 1.5 ടീസ്പൂൺ റിഫൈൻഡ് ഓയിലോ അതല്ലെങ്കിൽ ബട്ടറോ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് വോൾ സ്പൈസസ് ഇട്ട് നല്ല ഒരു സ്പൈസസ് ഒക്കെ മൊരിഞ്ഞാൽ നല്ലൊരു മണം വരാൻ തുടങ്ങുമ്പോൾ ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച ഒരു പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. നന്നായി എണ്ണ തെളിയുന്നവരെ വഴറ്റുക. ഏകദേശം ഒരു 3 മിനിറ്റ് വഴറ്റുമ്പോഴേക്കും അതിൽ എണ്ണയൊക്കെ തെളിഞ്ഞ് വരും. ഈ സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ഇട്ട് കൊടുക്കാം. എല്ലാ അളവുകളും സൈഡ് ക്യാപ്ഷനായിട്ട് കൊടുക്കുന്നുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. ഇനി ഈ പൊടികളുടെയൊക്കെ ഒരു പച്ചമണം മാറിപ്പോകുന്നവരെ വഴറ്റിയെടുക്കുക. നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സോയാ സോസും ടൊമാറ്റോ കച്ചപ്പും എടുത്തു വച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. ഈ സോസുകൾ ചേർക്കുമ്പോൾ ഈ കറിക്ക് ചൈനീസ് കറിയുടെ ടേസ്റ്റൊന്നും വരില്ല. കറിയുടെ രുചി കൂടാനും അതുപോലെ ഇതിൻ്റെ കളറും നല്ലൊരു കളർ വരാനുമാണ് ഈ സോസുകൾ രണ്ടും ചേർത്ത് കൊടുക്കുന്നത്. കയ്യിലില്ലെങ്കിലും കുഴപ്പമില്ല, കറി ഉണ്ടെങ്കിൽ ചേർത്താൽ കറിയുടെ രുചി ഒന്ന് കൂടുമെന്ന് മാത്രം. അതുപോലെ കറി കാണാനും നല്ല ഭംഗിയുണ്ടാവും. അത് ചേർത്ത് നന്നായി കമ്പൈൻ ചെയ്തതിന് ശേഷം മിക്സിയുടെ ബൗളിൽ, നമ്മൾ അരച്ച മിക്സിയുടെ ബൗളിൽ എടുത്തിട്ട് ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ച് അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായി ബോയിലായി വരുമ്പോൾ നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ്, പനീർ, ഫ്രഷ് ആയിട്ടുള്ള ഗ്രീൻ പീസ് കിട്ടുകയാണെങ്കിൽ അതിട്ടാൽ നന്നായിരിക്കും. ഞാനിവിടെ ഫ്രോസൺ ഗ്രീൻ പീസ് ഒന്ന് വെള്ളത്തിലിട്ട് കഴുകിയിട്ട് എടുത്തിട്ടാണ് ചേർത്തത്. ഉണങ്ങിയ ഗ്രീൻ പീസ് കുതിർത്തി ചേർത്താൽ അത്രയും ടേസ്റ്റ് ഉണ്ടാവില്ലേ കറിക്ക്. ഇനി അടച്ചു വെച്ച് ഒരു 8 മിനിറ്റോളം കുക്ക് ചെയ്യാം മീഡിയം ഫ്ലെയിമിൽ. ഈ പീസൊക്കെ നന്നായി കുക്കായി വരണം. അതുപോലെ പനീറും ഒരു 8 മിനിറ്റൊക്കെ കുക്ക് ചെയ്യുമ്പോൾ പനീർ നല്ല സോഫ്റ്റായിട്ട് വരും. ചാറും ഒരുവിധം കുറുകി കിട്ടണം. ഏറ്റവും ലാസ്റ്റായിട്ട് ചിക്കൻ മസാല ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഗരം മസാല ചേർക്കുന്നതിനേക്കാളും ഈ കറിക്ക് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത് ചിക്കൻ മസാല ചേർക്കുമ്പോഴാണ്. ഇപ്പോൾ കറി പാകത്തിന് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കണം. നമ്മൾ വെജിറ്റബിൾ വഴറ്റിയപ്പോൾ മാത്രമേ ഉപ്പ് ചേർത്തുള്ളൂ. നമ്മൾ ചേർക്കുന്ന സോയാ സോസിലും ടൊമാറ്റോ കെച്ചപ്പിലൊക്കെ ഉപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ സമയത്ത് നോക്കിയിട്ട് മാത്രം ഉപ്പിട്ടാൽ മതി. ഞാൻ ചേർത്തിരുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റിലും ഉപ്പുണ്ടായിരുന്നു. അപ്പോൾ ഈ കറിക്ക് പാകത്തിനുള്ളൊരു ഉപ്പുണ്ട്. അപ്പോൾ ഉപ്പ് കുറവുണ്ടെങ്കിൽ ഈ സമയത്താണ് ചേർക്കേണ്ടത്. ഏറ്റവും ലാസ്റ്റായിട്ട് മല്ലിയില ഒരു പിടി കൊത്തിയരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഒന്ന് തിളച്ച് വരുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി 10 മിനിറ്റ് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം അടച്ചു വയ്ക്കുക. ആ ചിക്കൻ മസാലയുടെയും മല്ലിയിലയുടെയൊക്കെ നല്ലൊരു ഫ്ലേവർ കറിയിലേക്ക് അപ്പോൾ ഇറങ്ങി വരും. ഇങ്ങനെ 10 മിനിറ്റ് ഇരിക്കുമ്പോൾ കറി കൂടുതലായിട്ട് കുറുക്കി വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളം ചേർത്ത് അഡ്ജസ്റ്റ് ചെയ്യുക ഗ്രേവി. ഇപ്പോൾ ഈ കറിയിൽ ഗ്രേവിയൊക്കെ കറക്റ്റായിട്ടാണ് ഇരിക്കുന്നത്. അതുപോലെ 8 മിനിറ്റ് കുക്ക് ചെയ്യുമ്പോൾ ഈ ഗ്രീൻ പീസും കുക്കായിട്ടുണ്ടാവും.
പനീറും നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ക്യാപ്സിക്കൊക്കെ വഴറ്റി ചേർക്കുന്നതുകൊണ്ട് ഒരു പ്രത്യേക രുചിയാണ് ഈ കറിക്ക്. മുമ്പ് പറഞ്ഞതുപോലെ ചപ്പാത്തി, റോട്ടി, ബ്രെഡ്, പൂരി എല്ലാത്തിൻ്റെയും കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങൾ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. റെസിപ്പി ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക. നല്ല നല്ല വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക്